നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചില വാർത്തകൾ നന്നായി ചിന്തിപ്പിക്കും, ചിലത് കണ്ണ് നനയിക്കും, ചിലത് പ്രചോദനമാകും. അങ്ങനെ ഏറ്റവും ഒടുവിൽ പ്രവാസ ലോകത്തു നിന്നും ഒരു വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് വലിയ ചർച്ചയായിരുന്നു. വീണ്ടും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ സന്ദേശമാവുകയാണ്. മഹറായി വെറും 10 ദിർഹം മാത്രം വാങ്ങി നടത്തിയ ഒരു വിവാഹം സമൂഹ മാധ്യമങ്ങളിലെ തരംഗമെന്ന് തന്നെ പറയേണ്ടി വരും. അബുദാബി സ്വദേശിയായ മുഹമ്മദ് ഗെയ്ദ് അൽ മസൂറിയാണ് മരുമകന്റെ പ്രയാസമറിഞ്ഞ് പ്രതീകാത്മകമായി 10 ദിർഹം വാങ്ങി മകളെ വിവാഹം ചെയ്തു കൊടുത്തത്. വിവാഹ ഒരുക്കം നടക്കുമ്പോഴാണ് മരുമകൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് മഹർ നൽകാനും മറ്റും നൽകുന്നതെന്ന് മുഹമ്മദ് ഗെയ്ദ് അറിഞ്ഞത്. ഉടൻ തന്നെ അദ്ദേഹം മരുമകനോട് ഈ പണം ബാങ്കിൽ തിരികെ അടയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തന്നെയുമല്ല, തൻ്റെ വീട്ടിൽ വെച്ച് വിവാഹം നടത്താനും അദ്ദേഹം തയ്യാറായി. കടം കുന്നുകൂടിയാൽ അവർക്ക് പിന്നെ എങ്ങനെ സന്തോഷിക്കാനാകും? ഇതവരുടെ ബന്ധത്തെ തന്നെ ബാധിക്കും. വിവാഹമോചനത്തിൽ വരെ ഇത് അവസാനിക്കാം. അതുകൊണ്ടാണ് അതിനെ എതിർത്തതെന്ന് ഈ പിതാവ് പറയുമ്പോൾ അത് വലിയൊരു ശുഭസൂചനയാണ്. വിവാഹത്തിൻ്റെയും ഒക്കെ പേരിൽ വലിയ ആഡംബരങ്ങൾ കാണിക്കുകയും ആ ആഡംബരത്തിനൊടുവിൽ ലോണുകളും കടബാധ്യതകളും ഒക്കെയായി ജീവിതം കഷ്ടപ്പെടുന്നവർ, എന്തിനധികം ആ പിതാവ് പറഞ്ഞതുപോലെ വാക്കുതർക്കങ്ങളും പ്രതിസന്ധികളും വരെ വിവാഹമോചനത്തിൽ കലാശിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും വേണ്ട, ഇങ്ങനെ ലളിതമായി കാര്യങ്ങൾ നടത്താം, പ്രതിസന്ധി മനസ്സിലാക്കി ഇടപെടാമെന്ന് കരുതിയതെന്ന് ആ പിതാവ് പറഞ്ഞപ്പോൾ ആ പിതാവ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ താരം. അതുകൊണ്ട് തന്നെ നിരവധി പേർ ആശംസകളുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബത്തിന്. വിവാഹദൂരത്തിനെതിരെ സർക്കാർ തലത്തിൽ തന്നെ UAE-യിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. സമൂഹ വിവാഹങ്ങളും ഇടയ്ക്ക് നടത്താറുണ്ട്. ഫെഡറൽ നാഷണൽ കൗൺസിലും ആഡംബര വിവാഹങ്ങൾക്കെതിരെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. സമൂഹ വിവാഹങ്ങൾ കൂടുതലായി നടത്തണമെന്ന നിർദ്ദേശവും ഫെഡറൽ നാഷണൽ കൗൺസിൽ മുന്നോട്ട് വച്ചിരുന്നു. പെരുകുന്ന വിവാഹ ചെലവ് ഭയന്ന് ഇമറാത്തി യുവാക്കൾ വിവാഹം ചെയ്യാൻ പോലും മടിക്കുന്നതായി സർവേകളുമുള്ള അവസ്ഥയിലാണ് ഈ ഒരു നല്ല തീരുമാനം വന്നത്. സാധാരണ ഒരു ഇമറാത്തി വിവാഹത്തിന് 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ യുവാവിന്റെ വീട്ടുകാർക്ക് ചിലവാകും. അല്പം കൂടി ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ 10 ലക്ഷം വരെ ചിലവഴിക്കുന്നുണ്ട്. ഏതായാലും അവിടെയാണ് ഈ ഒരു പുതിയ കനിവിന്റെ പാഠം ഒരു സന്ദേശമായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വാർത്ത കേരളത്തിലടക്കം സ്ത്രീധന നിരോധന നിയമമുണ്ട്. ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, ശില്പശാലകൾ, സ്ത്രീധനം എന്ന വിപത്തിനെതിരെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ജീവനുകൾ പൊലിയുന്ന നാടാണ് എന്നൊരു ആക്ഷേപം കേരളത്തിലടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രക്ഷിതാക്കൾ, യുവാക്കൾ ഇതൊരു വലിയ മാതൃകയാക്കേണ്ട വാർത്ത തന്നെയാണ്. പ്രവാസ ലോകത്ത് മാത്രമല്ല, നമ്മുടെ ലോകത്ത് നിന്നും ഇത്തരത്തിലുള്ള നല്ല കനിവിൻ്റെ വാർത്തകൾ പലപ്പോഴും വരാറുണ്ട്. അങ്ങനെ നല്ല വാർത്തകൾക്ക് ഈ ഒരു വാർത്ത പ്രേരക ശക്തിയായി മാറട്ടെ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.